സംഭവം നടന്ന ഉടനെ തന്നെ പ്രദേശവാസികൾ സംഘടിച്ചു വരികയും അവർ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടുന്ന നടപടികളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്താണെങ്കിലും സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് 5ഓളം ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശരി, അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത്. അല്പസമയം മുമ്പ് RTO ആണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ 10-11 പേര് ആ കാറിലുണ്ടായിരുന്നു. വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, ഓവർലോഡ് ആയിരുന്നു. 2010 മോഡൽ വണ്ടിയാണ്, ആ ഒരു പഴക്കമൊക്കെ ഉണ്ട്. റെന്റിനെടുത്ത വണ്ടിയാണ് എന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കനത്ത മഴയുണ്ട്, നടപടികൾ ഇനിയും മുന്നിലേക്ക് പോകും. നാളെ വലിയ രീതിയിലുള്ള അപകടവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്ന കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കുകളില്ല. അപ്പോൾ ആ വിദ്യാർത്ഥിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ എടുത്തത് എന്നാണ് ഇവരെല്ലാവരും അടുത്ത് പ്രതികരിച്ച മിനിസ്റ്റർ ആയാലും അവിടെ നിന്നുള്ള അധികൃതരായാലും ഇപ്പോൾ RTO ആയാലും എല്ലാം നമ്മളടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന്, വണ്ടി ഓടിച്ചിരുന്ന ആളിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവർ എടുത്തിരിക്കുന്നത്. കൂടുതൽ നടപടികളിൽ അതിനെക്കുറിച്ചുള്ള പരിശോധനകളൊക്കെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടാകും. കാരണം മഴ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്, വിസിബിലിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ RTOയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചത്.